എച്ച് പിയുടെ 14 ഇഞ്ച് നോട്ട്ബുക്ക് കാറ്റഗറിയിൽ വരുന്ന ഈ സിസ്റ്റം ഇതിൻ്റെ ബാറ്ററി വീക്കാണെന്ന് തോന്നുന്നുണ്ട്. അത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത്തരം ഇൻറ്റേർണലായിട്ട് ബാറ്ററി വരുന്ന മോഡലുകളുടെ ബാറ്ററി എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുക, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിന്ന് ചെയ്യാൻ സാധിക്കും. ഇതിനെ ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം ഈ താഴെ കാണുന്ന ബോട്ടം ഷെല്ലിൽ കാണുന്ന റബ്ബർ ഗ്രിപ്പ് അല്ലെങ്കിൽ ഫീറ്റ് എന്നൊക്കെ പറയും, ഇതിനെ ഒന്ന് റിമൂവ് ചെയ്യാം. ചില മോഡൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ചില മോഡലുകൾ വ്യത്യസ്തമായിട്ട് ഗ്രിപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുക. ഇതൊരു ഗമ്മിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സാധനമായിരിക്കും. ഇതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്ന സ്ക്രൂ അത് റിമൂവ് ചെയ്യണം. ഇത് വളരെ പതുക്കെ റിമൂവ് ചെയ്യണം. അങ്ങനെ രണ്ടെണ്ണവും അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് സ്ക്രൂ അഴിക്കുക. പ്രിസിഷൻ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഏറ്റവും ചെറിയ എക്യുപ്മെൻറ്റൊക്കെ അഴിക്കുന്ന ചെറിയ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. അഴിച്ചു വെക്കുന്ന സ്ക്രൂ ഏതെങ്കിലും ചെറിയ ബോക്സിലോ മറ്റോ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. മിസ്സായി പോകാൻ ചാൻസ് കൂടുതലാണ്. സ്ക്രൂകളൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ബോഡി പാർട്സ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഒരു കാരണവശാലും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ഇളക്കിയെടുക്കാൻ ശ്രമിക്കരുത്. പകരം പ്ലാസ്റ്റിക് സ്പഡ്ജറോ സ്ക്രാപ്പറോ ഇതൊന്നും ഇല്ലെങ്കിൽ കയ്യിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാത്ത കാർഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കാർഡ് വല്ലതുണ്ടെങ്കിൽ ഈ ബോഡീൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോക്ക് ഇളകിയിട്ട് വരും. ബാക്ക് ബോഡി നമ്മൾ ഊരി ഇനി ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യണം. ഇവിടെയും കുറച്ച് സ്ക്രൂസ് ഉണ്ടാവും, 3-4 സ്ക്രൂസ് ഉണ്ടാവും. അത് ഊരിയെടുക്കുക. അതിൻ്റെ ലോക്ക് സ്ലോട്ടിൽ നിന്നൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി നമ്മളെ കയ്യിലേക്ക് വരും. ഇതാണ് ബാറ്ററി. ഇത് സ്വാലനായിട്ടുണ്ട്, കുറച്ച് ബൾജായ പോലെ അവിടെയൊക്കെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാറ്ററി വീക്കാണ്. അപ്പോൾ നമുക്ക് പുതിയ ബാറ്ററി പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ പുതിയ ബാറ്ററി പ്ലേസ് ചെയ്യാണ്. സ്ക്രൂ ഹോളൊക്കെ മുകളിൽ വരുന്ന രൂപത്തിൽ നേരത്തെ എടുത്ത അതേ രൂപത്തിൽ നമ്മൾ ഫിക്സ് ചെയ്തു. കണക്ടറിലേക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യുക. ഇനി എല്ലാ സ്ക്രൂവും കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുക. ബാക്ക് ബോഡി ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ഇതൊന്ന് ഓൺ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്, പെർഫെക്റ്റാണ്. ഇനി നമുക്ക് ധൈര്യത്തിൽ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ബാക്ക് ബോഡി ഫിക്സ് ചെയ്ത് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഓക്കെ ആയി. താങ്ക് യു ഫോർ വാച്ചിങ്.